ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സോണിയുടെ A6400K എന്ന് പറഞ്ഞൊരു മോഡൽ, ഒരു മിറർലെസ് ക്യാമറയാണ്. നിങ്ങളൊരു ഹൈബ്രിഡ് മോഡൽ ഒരു ക്യാമറ നിങ്ങൾക്ക് 2025 വേണമെന്നുണ്ടെങ്കിൽ, അതും 70,000 റേഞ്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ മോഡൽ കൺസിഡർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കറിയാം സോണിയുടെ 6000 സീരീസിൽ വരുന്നൊരു മോഡലാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് എഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമൽ 6400ൻ്റെ ഫേംവെയർ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റ് ലെൻസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേർഷൻ 2 എല്ലാം സംഭവങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് K എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 90,000 MRP ഡീറ്റെയിൽസ് ഒക്കെ. മാനുഫാക്ചറിംഗ് ഡേറ്റ് കണ്ടില്ലേ, ഏപ്രിൽ 2025 പുതിയ സാധനമാണ് അപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ മോഡലിലും ആക്ച്വലി സോണി ഇപ്പോൾ 2+1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുക കിട്ടും. അത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. കിറ്റ് ലെൻസ് കൂടിയിട്ടുള്ള മോഡലാണ്. അപ്പോൾ 2 മോഡൽ അവൈലബിൾ ആണ്. ഒരെണ്ണം നിങ്ങൾക്ക് 15 to 45 mm 16 to 50 mm കിറ്റ് ലെൻസും, അല്ലെങ്കിൽ 18 to 135 mm കിറ്റ് ലെൻസുമായിട്ടുള്ള മോഡലാണ് വരുന്നത്. ഈ ഒരു മോഡലിനാണെങ്കിൽ 75 rupees സംതിങ്, 75K ആണ് ഓൾമോസ്റ്റ് പ്രൈസ് വരുന്നത്. മറ്റേ 18 to 135 റേഞ്ച് ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 88, 87 ആ റേഞ്ചിലൊക്കെ പ്രൈസിങ് വരും കേട്ടോ. ബോഡി മാത്രമാണെങ്കിൽ 65, 66 മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കിറ്റും വേറെ ഓൾറെഡി ലെൻസും സോണിയുടെ ഈ മൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് APS-C ആയിക്കോട്ടെ, ഫുൾ ഫ്രെയിമിൻ്റെ ലെൻസ് ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കറിയും ഇതൊരു APS-C ക്യാമറയാണ്, ഫുൾ ഫ്രെയിം അല്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫിക്ക് മെയിനായിട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്കറിയും ഇതിൻ്റെ മുകളിലായിട്ട് 6600 ഉണ്ട്, 6700 ഉണ്ട്. 6700 ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൽ സെൻസർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി അവരുടെ ഹൈ എൻഡ് മോഡലിലെ ബാറ്ററി മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വലിയ വെറുത്തായിട്ട് തോന്നിയില്ല. പറയുമ്പോൾ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, അത് കാര്യം. പക്ഷേ ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസിന് വരുന്നുണ്ട്. പിന്നെ 6600 നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവർ ഫ്ലാഷ് എടുത്ത് കളഞ്ഞു. എനിക്ക് ഫ്ലാഷ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് 6600 നോക്കിയില്ല, 6700 നോക്കിയില്ല. രണ്ടിടത്തിലും ഫ്ലാഷ് ഇല്ല കേട്ടോ. ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. എനിക്ക് ഫ്ലാഷ് ഉള്ള മോഡൽസാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ഓൾറെഡി സോണിയുടെ ക്യാമറകളാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ZV-E10 ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലും ഈ ZV-E10ലും എന്താ പറയുക, ഫ്ലാഷ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് വേറെ സെപ്പറേറ്റ് ഒരെണ്ണം വാങ്ങിക്കാൻ കാരണം. അതിൽ ഓൾറെഡി കാനോണിൻ്റെ R50 ഉണ്ട്, നിങ്ങളോട് കാണുന്നുണ്ടായിരിക്കും. എൻ്റെ എന്താ പറയുക, വൈറ്റ് മോഡൽ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ബോഡി അല്ലെങ്കിൽ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബോക്സ് വരുന്നത്. ഫ്രണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സോണിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് 2+1 വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വരുന്ന കിറ്റ് ലെൻസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ZV-E10 വേർഷൻ 1 വന്ന കിറ്റ് ലെൻസിനാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണത്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കിറ്റ് ലെൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അത് വേറെ കാര്യം. സോണിൻ്റെ ZV നോർമൽ ഉണ്ടായിരുന്ന കിറ്റ് ലെൻസ് മാറ്റി വെച്ചിട്ട് ഇത് എടുത്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ക്യുക്കാണ് സാധനം, കുറച്ചുകൂടി ക്ലാരിറ്റിയും കൂടുതലുണ്ട് കേട്ടോ മറ്റനായിട്ട്. വേർഷൻ 2 ആണ് അതിൻ്റെത്. ഇതിൽ നമുക്ക് ബാറ്ററി FW50 എന്ന് പറഞ്ഞാൽ ബാറ്ററി സെയിം ആണ്, ZV-E10 വരുന്ന അതേ സെയിം ബാറ്ററി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ആ ലെൻസ് പിന്നെ നമുക്ക് എല്ലാ മൗണ്ടാണ്, എല്ലാ സോണിൻ്റെ ക്യാമറ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഫ്ലാഷ് ഉള്ള ക്യാമറാസുകളാണ് മെയിനായിട്ട് താല്പര്യം. ഈ ZV-E10 ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വേറൊരു എക്സ്ട്രാ സോണിയുടെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ചിലപ്പോൾ ഫുൾ ഫ്രെയിമിലേക്ക് പോയാനെ. മേജർലി ഫുൾ ഫ്രെയിം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനും യൂട്യൂബ് വീഡിയോ എടുക്കാനൊന്നും ആവശ്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഈ ബഡ്ജറ്റിലത്തെ വീഡിയോ ബഡ്ജറ്റ് കാറ്റഗറി ക്യാമറാസൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ അത് കുറേ അപ്ഗ്രേഡേഷൻ. പിന്നെ എനിക്ക് ഓൾറെഡി ഗാഡ്ജറ്റ് ബ്രാൻഡും ക്യാമറയും ഫോൺ ബ്രാൻഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഓൾറെഡി ഉണ്ട്. ഈ വീഡിയോ എടുക്കാനായിട്ടൊക്കെ മുമ്പേ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് ഇത് കിട്ടിയതെന്നിട്ട് വിചാരിക്കണ്ട. യൂട്യൂബിൽ നിന്ന് ഇൻകം ഉണ്ടായിട്ട് സംഭവമൊന്നല്ല വാങ്ങിക്കുന്നത്. നമ്മൾ വേറെ സെപ്പറേറ്റ് ഇത് എൻ്റെ ഞാൻ അറിയിക്കും. ഞാൻ യൂട്യൂബ് മെയിനായിട്ട് നല്ല ചെയ്യുന്നത്. ഒന്നാമത് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇതൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വല്ല ഡെയിലി വ്ളോഗ് അങ്ങനത്തെ കൂതറ ലോക്കൽ സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അതൊക്കെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന ഈ ബോധമില്ലാത്ത ആൾക്കാരെ കൊടുത്തില്ല. അതുകൊണ്ടൊക്കെ അതിനുള്ള വ്യൂഷിപ്പ് ഉണ്ടാവുക. എഡ്യൂക്കേഷണൽ കണ്ടന്റും അതൊന്നും ആർക്കും വേണ്ട. അപ്പോൾ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാനോണിൻ്റെ R50 എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. ഇതതിൻ്റെ വൈറ്റ് കളറാണ്. ഞാൻ ഒരു നോർമലി നമ്മൾ ബ്ലാക്കും സംഭവമൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അത് ഞാനൊരു വൈറ്റ്, പക്ഷേ ഇത് ആക്ച്വലി അവർക്ക് വല്ല ഗ്രേയോ സിൽവർ അങ്ങനെ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പെട്ടെന്ന് ചളിയാവും ഈ സാധനം, അതാണ് എനിക്ക് മെയിൻ ഇഷ്യൂ. എന്താ വെച്ചാൽ ഫുൾ വൈറ്റും അല്ല, ഫുൾ സിൽവറും അല്ല. എൻ്റെ ലെൻസൊക്കെ സിൽവർ ആകണ്ടോ. ഫ്രണ്ടിൽ ഗ്രേ, ഒരു 3 കളറിലുള്ള മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം തന്നെ. ബാക്കിൽ ഫുൾ വൈറ്റ്. ഇതിൽ നമുക്ക് ഇലക്ട്രോണിക് ഇതൊക്കെ വ്യൂ ഫൈൻഡറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ZV-E10 അതില്ല, അതാണ് മെയിൻ പ്രോബ്ലം കേട്ടോ. ഇതിലുണ്ട്, അത് വേറെ കാര്യം. പിന്നെന്താ, ഞാൻ ഈ സൈഡും കാണിച്ചതൊന്നും ഉണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് വില കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ.
പിന്നെ ഇതിൽ വരുന്നത് ഞാൻ എൻ്റെ സ്പെക്സ് ഒന്ന് വായിക്കാം. APS-Cയുടെ 24.2 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. അതൊക്കെ സെയിം ആണ് കേട്ടോ. 6600 വരെ ഈ സെയിം സെൻസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 6000 തൊട്ട് 6100 തൊട്ട് കേട്ടോ. പിന്നെ നമുക്ക് ISO 100 തൊട്ട് 32,000 വരെ വരുന്നുണ്ട്. 11 ഫ്രെയിമിൽ പെർ സെക്കൻഡിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഫേസ് ഡിറ്റക്ഷൻ 425 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. 6700 അത് 700 സംതിങ് ആയിട്ടുണ്ട്. അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. 6700 സെയിം ആണ്. റിയൽ ടൈം ഓട്ടോ ഫോക്കസ് ഉണ്ട്, റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്, സൈലന്റ് ഷൂട്ടിംഗ് വരുന്നുണ്ട്, ടച്ച് ഫോക്കസ് ഷട്ടറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വൈഫൈ സർട്ടിഫൈഡ് ആണ്, ഡോൾബി ഓഡിയോ സർട്ടിഫൈഡ് ആണ്, XAVSC സർട്ടിഫൈഡ് ആണ്, 4K HDR സപ്പോർട്ട് സർട്ടിഫൈഡ് ആണ്. ബയോണിക് X എന്ന് പറഞ്ഞാൽ പ്രൊസസ്സറാണ് അതിൽ ഉപയോഗിക്കുന്നത്. അത് 6700 മാറ്റിക്കുന്നത്. അതുവരെ ഫുൾ സെയിം ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ 6600 പോകണ്ട, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. വെറുതെ പൈസ കളയണ്ട. 6400 ധാരാളമാണ് 2025 കേട്ടോ. അപ്പോൾ പിന്നെന്താ, പിന്നെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാനത് അൺബോക്സിംഗ് ഒക്കെ ചെയ്തു. ഓൾറെഡി നമ്മളെ മെയിൻ ചാനലിൽ അതിൻ്റെ ഡേറ്റിൽ കറക്റ്റ് അൺബോക്സിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളി അൺബോക്സിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. ഗുഡ് ആപ്പൻസ് എന്ന ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററി വരുന്നുണ്ട്, ചാർജർ വരുന്നുണ്ട്, പിന്നെ ക്യാമറ വരുന്നത് കിറ്റ് ലെൻസ് ആയിട്ടുള്ള സംഭവമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചാൽ ഇത് വെതർ സീലിംഗ് ഉള്ള മോഡലാണ്. 6400 വെതർ സീലിംഗ് ഉണ്ട്. ഇതാണ് സംഭവം കേട്ടോ. ഇപ്പോൾ ZV-10 ആയിട്ട് കമ്പയർ ചെയ്തും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ZV-10 പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇത് നമുക്ക് എന്താ പറയുക, അലോയ് ബോഡിയാണ് വരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും നോക്കുമ്പോൾ ഇതാണ് കുറച്ച് വെയിറ്റ് കുറവ് കിട്ടുക, ചെറുതായിട്ട് സ്ലൈറ്റ്ലി. ബട്ടൺസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വരുന്നുണ്ട്, ഫ്ലാഷ് വരുന്നുണ്ട്. കണ്ടു, എനിക്ക് ഈ ഫ്ലാഷ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പിന്നെ കുറേയൊക്കെ വ്യത്യാസം ബോഡിയിലൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുത്തായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് കേട്ടോ. അപ്പോൾ സോണിയുടെ ബ്രാൻഡിങ് ഇത് എൻ്റെ പഴയ ലെൻസാണ്, ZV-10 ലെൻസാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നമുക്ക് ഇവിടെ OSS 1 ആയിരിക്കും കേട്ടോ. OSS 2 ആണ് ലേറ്റസ്റ്റ് വരുന്ന മോഡൽ കേട്ടോ, സെക്കൻഡ് എഡിഷൻ. പിന്നെ നമുക്കിവിടെ പിക്ചർ എടുക്കാനുള്ള ഫോട്ടോ ഉള്ളതുണ്ട്. പിന്നെ C1 ബട്ടൺ വരുന്നുണ്ട്, ഡയൽ വരുന്നുണ്ട്, ഫ്ലാഷ് ഇവിടെ വരുന്നുണ്ട്, ബ്രാൻഡിങ് വരുന്നുണ്ട്, പിന്നെ 4K എന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഒരു ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ അല്ല, ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് അല്ല. ഇത് മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ സംഭവമൊക്കെ പറ്റുന്ന മോഡലാണ് കേട്ടോ. അതാണ് ഇതിലൊരു വേറൊരു കോണായിട്ട് പറയാനുള്ളത്. വേറെ കോൺ എന്ന് പറഞ്ഞാൽ മെയിൻ കോൺ ഇത് തന്നെയാണ്. ശരിക്കും ആർട്ടിക്കുലേറ്റിംഗ് വേണമായിരുന്നു. നമ്മുടെ ZV-10 അത് ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് വരുന്നുണ്ട്, അതുണ്ട്. പിന്നെ നമുക്കിവിടെ നോർമൽ നമ്മുടെ സോണിലൊക്കെ കാണുന്ന ജോയ്സ്റ്റിക്ക്, ഫ്ലാഷ് ബട്ടൺ, മെനു ബട്ടൺ, ഇത് നമുക്ക് ഓട്ടോ ഫോക്കസും അതുപോലെ തന്നെ AL എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഇതിലൊരു ഉണ്ട്, ഇത് നമുക്ക് സൈഡിലായിട്ട് അവരൊരു മെറ്റൽ സംഭവം കൊടുത്തിട്ടുണ്ട്, അതാണ് ഇളന്ന് ഇളക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കണ്ടു. ഇതിൽ മൈക്രോ USB ആണ് വരുന്നത്, Type-C അല്ല കേട്ടോ. അവർ ലേറ്റസ്റ്റ് ഇറങ്ങിയപ്പോൾ അതെങ്കിലും മാറ്റായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ Type-C അല്ല. ഇപ്പം നമ്മുടെ ഇതിൻ്റെ Type-C ആണ്, എൻ്റെ R50 Type-C ആണ്. അപ്പോൾ ഇതിന് എനിക്ക് സെപ്പറേറ്റ് വേറെ കേബിൾ നടക്കേണ്ട സ്ഥിതിയാണ്. എൻ്റെ അഡാപ്റ്റർ ഉണ്ട്, വേറെ കാര്യം. ഇതിൽ നമുക്ക് മൈക്രോ USB ഉണ്ട്, പിന്നെ മൈക്രോ HDMI ഉണ്ട്, മൈക്ക് ഔട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ NFC ബട്ടൺ വരുന്നുണ്ട്, ബട്ടൺ അല്ല NFC മോഡ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാമറാസിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസും സംഭവങ്ങളൊക്കെ നമുക്ക് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. പിന്നെ വീഡിയോ ക്വാളിറ്റി നമ്മളിപ്പോൾ എടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ സെയിം ആണ്. സെൻസറൊക്കെ സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസ് ഇല്ല. നമുക്ക് കിറ്റ് ലെൻസ് മാത്രം ചെറുതായിട്ടൊരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫോക്കസിങ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്രയാണ് മെയിനായിട്ട് സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നില്ല, ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. വിത്ത് ഫ്ലാഷ് ഇല്ലാത്ത മോഡൽസൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും ഓൾറെഡി ഇപ്പോൾ കണ്ടുവരുന്നുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ നോർമലി ഷോപ്പിൽ വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒന്നാമത് അവർക്ക് കിറ്റ് ലെൻസ് വരുന്ന മോഡൽ അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അവർ പ്രൈസ് പറഞ്ഞ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ പോയി വാങ്ങിക്കാൻ, ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും, വൺ ഡേ ഡെലിവറി ഉണ്ട്, നമുക്ക് സെയിം സാധനം തന്നെയാണ്. അവർക്ക് അവർ കടയിൽ വിളിച്ച് വയ്ക്കുമ്പോൾ അവർ പറയും ഓൺലൈനിൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയർ കിട്ടുള്ളൂ, എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടില്ല എന്നൊക്കെ. ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം സാധനം തന്നെയാണ്. നമുക്ക് ആമസോണിൽ നിന്ന് എടുത്താലും സോണി എവിടെ നിന്ന് എടുത്താലും ഓൺലൈനിൽ എടുത്താലും നിങ്ങൾക്ക് 3 കൊല്ലം തന്നെ വാറണ്ടി കിട്ടും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഒരു വ്യത്യാസമില്ല. മറ്റു ചുമ്മാ ഉടായി പറക്കുന്നതാണ്. എന്നോടും പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഞാൻ 2-3 കടയിൽ വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പ്രൈസ് കുറഞ്ഞ് കിട്ടണം അവിടെ നിന്ന് എടുക്കുക. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു 60,000 രൂപയ്ക്ക് 6100 കിട്ടും. 6100 ആകുമ്പോൾ പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും. സെൻസറും പെർഫോമൻസും നമുക്ക് ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് അതിന് ബഡ്ജറ്റില്ലെങ്കിൽ അതെടുത്താലും മതി കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോ പർപ്പസിനാണെങ്കിൽ ZV-10 എടുത്താൽ മതി. 62 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ അതിലാണ് കുറച്ചുകൂടി ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. 2020 ഇറങ്ങിയത് ZV-10 എന്ന് പറയുന്നത്.
ഈ 64 എന്ന് പറയുന്നത് 2019 ഇറങ്ങിയതാണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 6100 എന്ന് പറയുന്നത് അതിനായിട്ടും പഴയതാണ്, ഓൾമോസ്റ്റ് 2-3 കൊല്ലം മുമ്പ് അതിനായിട്ടും പഴയതാണ്. അപ്പോൾ അതിൽ പറയുമ്പോൾ അവർ ഫേംവെയറൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് തരുന്നത്, എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ ZV-10 റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ എന്താ പറയുക ഫുൾ ഇങ്ങനെ റെഡിഷ് ഒരു ലൈനൊക്കെ വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഫ്രണ്ടിൽ അത് ലൈറ്റ് ഇതിലുണ്ട്. പക്ഷേ ഈ വീഡിയോനാണെങ്കിൽ നിങ്ങൾ ZV-10 എടുത്താൽ മതി, അല്ലെങ്കിൽ ZV-10 Mark II എടുത്താൽ മതി. പക്ഷേ 30,000 രൂപ കൂടുതലാണ്. അപ്പം അത്രേ ഉള്ളൂ കുഴപ്പങ്ങളും സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഇത് ഫോട്ടോഗ്രാഫിയുടെ ഒരു രൂപത്തിൽ വേണ്ടിയിട്ട് എടുത്തതാണ്. എന്താ വെച്ചാൽ ഫ്ലാഷ് ഉണ്ടല്ലോ, മറ്റേതിൽ ഫ്ലാഷ് ഇല്ല. അപ്പോൾ ലോ ലൈറ്റിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ടൂർ പോകുമ്പോഴും സംഭവമൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സമയമൊന്നും കിട്ടാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണ്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നോർമലി ടൂർ പോയപ്പോൾ സമയത്ത് തന്നെ ZV-10 കൊണ്ടായിട്ട് നമുക്ക് നൈറ്റിലൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ ഇതിന് മുമ്പേ കാനോണിൻ്റെ ഒരു 3 ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. സോണിയുടെ എൻ്റെ ആദ്യത്തെ ക്യാമറയാണ്, കാനോണാണ് ആദ്യം ഞാൻ ഉപയോഗിച്ചത്. നമ്മുടെ 200 Mark II എന്ന് പറഞ്ഞാൽ 200D Mark II എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറയാനുള്ളത് കാനോണിൻ്റെ. രണ്ടാമത്തെ നമ്മുടെ M50 Mark II ആയിരുന്നു. മൂന്നാമത്തെ കാനോണാണ് ഇത് കേട്ടോ. അതിന് മുമ്പൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അതിന് മുമ്പ് ഒരു 1500D ഉണ്ടായിരുന്നു കേട്ടോ. കാനോൺ 1500D ആണ് ആദ്യത്തെ ക്യാമറ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക ഇതെടുത്തത് 200D. പിന്നെ നമ്മളെടുത്തത് M50 Mark II. അതൊക്കെ ഞാൻ കൊടുത്തു വിട്ടാ, അല്ലാണ്ട് ഇതൊന്നും കയ്യിലില്ല. അതൊക്കെ 3 എണ്ണം കൊടുത്തു. അതിനുശേഷം 4ാമത്തെ കാനോണാണ് ഈ R50 എന്ന് പറയുന്നത്. ഇതിൽ R50 ഉണ്ട്, R50V ഉണ്ട്. V എന്ന് പറയുന്ന ഒരു കളർ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഇറക്കിക്കുന്നതാണ്. അതിൽ ഫ്ലാഷ് ഇല്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് റേഞ്ചിലാണ്, 60,000 തൊട്ട് 80,000 റേഞ്ചിൽ വരുന്ന മിറർലെസ് ക്യാമറാസുകളാണ്. നിങ്ങൾക്ക് ലെൻസുകളൊക്കെ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാം, വീഡിയോഗ്രാഫിക്ക് ഉപയോഗിക്കാം. ഈ 6400 നമുക്ക് ഹൈബ്രിഡ് ക്യാമറയുടെ രൂപത്തിൽ വേണമെങ്കിൽ പെടുത്താട്ടാം. ഇഷ്യൂസും നമ്മളൊന്നും ഇല്ല, നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ സുഖമായിട്ട്. ആകെ വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് അല്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് മെയിൻ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു ഇഷ്യൂ വരാൻ ചാൻസ്. പക്ഷെ എന്നാലും ഉപയോഗിക്കാം, മോളൊക്കെ ആക്കാം. എന്നാലും ഇതിൻ്റെ അത്ര ഈ നോർമൽ ഇങ്ങനെ വരുന്ന നേരത്തിനോட സുഖമല്ലല്ലോ. അപ്പോൾ അത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസും അടുത്തോട്ട് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ, അതായത് കാണാത്തവരും കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക ഗ്രൂപ്പുകൾക്ക് സംഭവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും മറക്കണ്ട കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് മറക്കണ്ട. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.